ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് വീണ്ടും വരുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ ഉന്നതമായ നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ഹൃദ്യമായ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 2024 ഏപ്രിൽ മാസം അവസാന ഞായറാഴ്ച കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും തിരുവചനം കേൾക്കുവാൻ അനുഗ്രഹീതരാകുവാൻ ദൈവം ഈ ആയുസ്സിൽ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന 4ാമത്തെ ഞായറാഴ്ചയാണ്. ഏവരെയും ഹാർദവുമായി ഇന്നത്തെ ധ്യാനത്തിലേക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ തൻ്റെ കൃപയാൽ അത്ഭുതകരമായി കരം പിടിച്ച് വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. മാൻനീർത്തോടുകളിലേക്ക് ചൊല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തവനുമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസത്തിന്റെ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജീവനുള്ള കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഈ ഭൂമിയിൽ ജീവനോടെ അവിടുന്ന് ശേഷിപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രമപ്പ. ഈ ഒരു മാസക്കാലം ദൈവം നടത്തിയ വിധങ്ങൾക്കായി, നടത്തുന്ന വിധങ്ങൾക്കായി കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല പിതാവെ. അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തിരുവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിലൂടെ നാൾതോറും ഞങ്ങളെ വഴി നടത്തി പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ അനുഭവങ്ങളിലൂടെ ദൈവിക പദ്ധതികൾ ആശ്രയിച്ചുകൊണ്ട്, ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നല്ലോ. സ്തോത്രം പിതാവേ. ഇന്ന് ധ്യാനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നാക്കി തീർക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയുടെ ആദിയോടൊന്നും തിരുസാന്നിധ്യം നൽകണമേ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ചോദ്യം ഇതാണ്: പെസഹ കഴിഞ്ഞ് ക്ലെയോപ്പാവും ഭാര്യയും യെരുശലേമിൽ നിന്നും ഏത് ഗ്രാമത്തിലേക്കാണ് പോയത് എന്നതായിരുന്നു. ഗ്രാമത്തിൻ്റെ പേരാണ് ഞാൻ ചോദിച്ചത്. അപ്പം എല്ലാവരും ശരി ആൻസറാണ് നൽകിയിരിക്കുന്നത്. യെരുശലേമിൽ നിന്നും ഈ 2 ശിഷ്യന്മാർ പോയത് എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്കാണ്. എമ്മവൂസ് എന്നതാണ് ശരിയായ ആൻസർ. പ്രത്യേകിച്ചും കമൻ്റ് രേഖപ്പെടുത്തിയ എല്ലാ പ്രിയ ദൈവമക്കളോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങൾ കാണിക്കുന്ന ആ താല്പര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് ദൈവം മാനിക്കട്ടെ. അതിൻ്റെ നന്മകൾ, നിങ്ങൾ അതിലേക്ക് വേണ്ടി എടുക്കുന്ന എഫർട്ട്, ആ സമയം, ആ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ മനസ്സ്, അതിനെ ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷത്തിനും സമാധാനത്തിനും ദൈവിക കൃപയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ്. ചിന്താവിഷയം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നതിനെ ആസ്പദമാക്കിയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ചോദ്യം: നമ്മുടെ കഴിവില്ലായ്മകളിൽ, നമ്മുടെ വിഷമസന്ധികൾ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതീക്ഷകൾ നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയുടെ, നഷ്ടത്തിൻ്റെ, ദുരിതത്തിൻ്റെ, രോഗത്തിൻ്റെ അനുഭവങ്ങളായിത്തീരുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നു നിൽക്കുമ്പോൾ, നിങ്ങളുടെ മുഖാമുഖമായി വന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ ചോദ്യം 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വിഷമസന്ധിയിൽ ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നത്? എങ്ങനെയാണ് ദൈവം ഒരു സൊല്യൂഷൻ നൽകുവാൻ പോകുന്നത്? ഈ ചിന്ത നിങ്ങൾക്കുണ്ടാകും. 2, ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവം നടത്തിത്തരും എന്ന ഒരു പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആവശ്യങ്ങളുടെ മേല് പ്രതിസന്ധികൾ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള മുൻധാരണകളാണ്, പ്രഡിക്ഷൻസ്.
അപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചില മുൻധാരണകൾ നമുക്കുണ്ടാകാം. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയരെ, ക്രിസ്തീയ ജീവിതം അഥവാ ക്രിസ്തീയ വിശ്വാസം പണിയപ്പെട്ടിരിക്കുന്നത് നാം ചിന്തിക്കുന്ന പദ്ധതി ശാസ്ത്രങ്ങൾക്കും പ്രവർത്തന സമ്പ്രദായങ്ങൾക്കും വ്യവസ്ഥാപിത ക്രമങ്ങൾക്കും മുകളിലാണ്, ഉയരത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള മെത്തഡോളജി, സിസ്റ്റം ഓഫ് മെത്തേഡ്സ്, ഇതിനൊക്കെ വളരെ വളരെ ഉയരത്തിലാണ് ദൈവിക പദ്ധതികളും ദൈവിക പ്രവർത്തനങ്ങളും. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, ഇതുവരെ നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾ അനുഭവിച്ചുമായ കാര്യങ്ങളാൽ നിങ്ങൾ മുൻധാരണകളോടെ നിങ്ങളുടെ മനസ്സിൽ ഒരുക്കിയെടുത്ത പദ്ധതി ശാസ്ത്രങ്ങൾക്കും ക്രമങ്ങൾക്കും ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നത്തിന് മേല് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ ആ വിഷയത്തെ ഒന്നുകൂടെ ലളിതമാക്കി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ, ഒരു ആവശ്യം വന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ മനസ്സ് പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ്? ഇന്നലകൾ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്, ഇന്നലകളിലുള്ള എൻ്റെ സങ്കടങ്ങളിലൊക്കെ എന്നെ സഹായിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ, പ്രവർത്തിച്ച രീതികൾ അതുപോലെ തന്നെയായിരിക്കും ഇന്ന് ഈ പ്രതിസന്ധിയിൽ ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു മുൻധാരണ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകാം. പക്ഷേ അതിനെ തച്ചുടയ്ക്കുന്ന തരത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയരെ, ഇക്കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച രീതികൾ, ശൈലികൾ, ആ ഘടനകൾ അതിനും ഉയരത്തിലായിരിക്കും. നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിൽ, ചിന്തിക്കാത്ത രീതിയിലായിരിക്കും ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം പ്രവർത്തിക്കുവാനായി പോകുന്നത്. ആമേൻ. ആ ഒരു പ്രവർത്തന ശൈലിയാണ് നാം തിരിച്ചറിയേണ്ടുന്നത് പ്രിയമുള്ളവരെ. ആ പ്രവൃത്തിയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനൊരു പേർ നൽകപ്പെട്ടിരിക്കുന്നു, പ്ലാൻ ഓഫ് ഗോഡ് എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. ഇന്നലകളിൽ ദൈവം നമ്മുടെ വിഷയങ്ങളെ പ്രവർത്തിച്ച ആ പദ്ധതികൾ ആയിരിക്കില്ല ഇന്ന് നിങ്ങൾ നേരിടുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുവാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ദ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പദ്ധതികളെ നാം തിരിച്ചറിയണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുകൊണ്ട് ഗ്രഹിക്കുവാണ്ട കഴിവുണ്ടാകണം. അതിന്റെ ഔട്ട്കം എന്തോ ആകട്ടെ, റിസൾട്ട് ഏത് തരത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പക്ഷേ there is a plan in the midst of your struggle. നിങ്ങളുടെ സ്ട്രഗിള്, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, മാനസിക വിഷമങ്ങൾ, വിഷാദങ്ങൾ, ഇതിന്റെ നടുവിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഒരു പുതിയ പദ്ധതി, എ ന്യൂ പ്ലാൻ ഓഫ് ഗോഡ്. ഒരു പുതിയ പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനായി അത് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദ ഹോളി ബൈബിൾ, സത്യവേദ പുസ്തകമാണ്. രാവും പകലും നാം അതിനായി വേദപുസ്തകത്തെ ധ്യാനിക്കണം, വായിക്കണം, സന്ദേശങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. വേദപുസ്തകം നൽകുന്ന അടിസ്ഥാന പ്രമാണങ്ങളെ ജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അതത് സമയത്ത്, ഇന്നലകൾ ഉള്ളതുപോലെയല്ല, ഇന്നത്തെ എൻ്റെ വിഷമസന്ധികളുടെ നടുവിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ആ ഒരു അനുഭവങ്ങളെ, ആ ഉണർവുകളെ നമുക്ക് ഉണർന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മിൽ രൂപാന്തരം സംഭവിക്കുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെകൾ പ്രവർത്തിച്ച ദൈവം, ആ രീതികൾ, ശൈലികൾ, ഇതല്ല ഇന്നത്തെ എൻ്റെ പ്രശ്നത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഹോളി ബൈബിളിലൂടെയാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ പ്രശ്നത്തിൽ എനിക്കൊരു രൂപാന്തരം വരുന്നത്, എൻ്റെ ചിന്തകൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട്, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ രീതികളെ കുറിച്ചുള്ള ഒരു രൂപാന്തരം നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായിരിക്കണം വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓരോ ദൈവവൈതന്റെയും ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, വേദപുസ്തകത്തെ നമ്മുടെ ജീവിതവുമായിട്ട് പെയർ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈ പെയർ സിസ്റ്റം, രണ്ട് മൊബൈലുകൾ തമ്മിൽ പെയർ ചെയ്യാറുണ്ട്. അത് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് പെയർ ചെയ്യുന്ന അനുഭവമുണ്ട്. അതായത് ജോഡിയാക്കുക, ഇണചേർക്കുന്ന. പെയർ എന്നതിന് മലയാളത്തിൽ നൽകപ്പെട്ട ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇണചേരുക അല്ലെങ്കിൽ ജോഡിയാക്കുക എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തെയും ബൈബിളിനെയും തമ്മിൽ ഇണചേർക്കുന്ന അനുഭവത്തിൽ നാം കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. പെയർ ചെയ്യണം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ TV ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു TV
ടി വിയുടെ റിമോട്ട്, ഈ റിമോട്ടും ടി വിയും തമ്മിൽ പെയർ ചെയ്യാറുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ അതിന് ഇപ്രകാരം കാണുന്നുണ്ട്, ഞാനാകുന്ന എൻ്റെ ഒരു വലിയ വേൾഡ്, എൻ്റെ ഒരു വലിയ ജീവിതം, എൻ്റെ ജോലി, എൻ്റെ അന്തസ്സ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ഡിഗ്നിറ്റി, ഞാനാകുന്ന ഒരു വലിയ ടി വി സ്ക്രീൻ പോലെ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ടി വിയാണ്, ടെലിവിഷൻ. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിമോട്ട് കൺട്രോളാണ്. അപ്പൊ ഈ റിമോട്ട് കൺട്രോളും ഈ ടി വിയുമായിട്ട് എന്ത് ചെയ്യണം? പെയർ ചെയ്യുക. പെയർ ചെയ്യുമ്പോൾ ഈ ടി വി ആകുന്ന ജീവിതത്തെ നിയന്ത്രിക്കുന്ന, പ്രോഗ്രാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, ചാനലുകൾ മാറ്റുന്നത് എന്താണ്? ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ്. ദ ഹോളി ബൈബിൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബൈബിൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, വളരെ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട്, വളരെ ഉന്നതമായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ ഫ്ലറിഷ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യമായാലും നാം ദൈവത്തെ ശരിയായി മനസ്സിലാക്കുവാൻ ഇടയാകും. ദൈവിക പദ്ധതികളെ നമുക്ക് ശരിയായി ബോധ്യപ്പെടും. ദൈവിക പ്രവൃത്തികളെ നാം തിരിച്ചറിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായി, ബ്ലൈൻഡായിട്ട് നാം ജീവിക്കേണ്ടുന്നതല്ല. ആ ബ്ലൈൻഡായിട്ടുള്ള, അന്ധമായിട്ട് ഇരുട്ടിൽ തപ്പുന്ന അനുഭവത്തിൽ ജീവിക്കുക. ദൈവത്തെ ശരിയായി മനസ്സിലാക്കുവാൻ, ദൈവിക പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ സെൻസ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നുമാണ്? ഫ്രം ദ ഹോളി ബൈബിൾ. ഞാൻ പറഞ്ഞ റിമോട്ട് കൺട്രോൾ ആകുന്ന ഹോളി ബൈബിൾ ടി വി ആകും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണം, അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കണം. ഓരോ ചുവട് വയ്ക്കുമ്പോൾ, ഓരോ നിമിഷത്തിൽ മുന്നോട്ട് പോകുമ്പോഴും നിയന്ത്രിക്കണം. എങ്കിൽ മാത്രമേ ദൈവിക പദ്ധതികളെയും പ്രവർത്തന ശൈലികളെയും ദൈവത്തെയും വരെ നമുക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാർത്തയെക്കുറിച്ച്. ഞാൻ ഈ പറഞ്ഞ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുവാൻ ഏറ്റവും നല്ല ഉദാഹരണം മാർത്തയുടെ ജീവിതമാണ്. നമുക്കറിയാം, മാർത്തയുടെ ഭവനം, മാർത്തയുടെ ജീവിതമൊക്കെ കുഞ്ഞുനാൾ മുതലേ നാം പഠിച്ചു വരുന്ന, അത് മനഃപ്പാഠമാക്കി നാം വച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. യെരുശലേമിൽ നിന്നും കേവലം 2-2.5 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന സുന്ദരമായ ഒരു ഗ്രാമമാണ് ബഥാനി എന്ന് പറയുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ പാർത്തിരുന്ന 3 സഹോദരങ്ങൾ, അവിടെ പാരൻസിനെ കുറിച്ച് പറയപ്പെടുന്നില്ല, മറിയ, മാർത്ത, ലാസർ. ഈ 3 പേരുടെ കൊച്ചു കുടുംബം, യേശുവിനെ ഒരുപാട് സ്നേഹിച്ച കുടുംബം. എപ്പോൾ യേശു ബഥാന്യ ഗ്രാമത്തിൽ പോയാൽ, യെരുശലേമിൽ പോയാലും, യെരുശലേമിൽ പോയാലും യേശു രാത്രി രാപാർക്കുവാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഭവനമാണ് ഈ 3 പേരടങ്ങുന്ന കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലാണ് യേശു താമസിക്കുന്നത്. യേശു എപ്പോഴൊക്കെ അവിടെ വരുന്നു, ആ വീട്ടിൽ പാർക്കുകയും ഭക്ഷണം കഴിക്കുകയും സന്തോഷത്തോടെ അവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുക പതിവായിരുന്നു. അപ്പോൾ യേശുവും ഈ വീട്ടുകാരും തമ്മിൽ ഒരു നല്ല അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു വലിയ സ്നേഹം, ഒരു കുടുംബ അംഗങ്ങളെക്കാട്ടിലും അധികമായ ഒരു ഇൻറ്റിമസി, അടുപ്പം യേശുവുമായിട്ട് ഈ മറിയ, മാർത്ത, ലാസറിന് ഉണ്ടായിരുന്നു എന്നതാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. എൻ്റെ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയിലെ കാലതാമസം എന്നതാണ്. ഞാൻ പറഞ്ഞു ആമുഖമായി, മാർത്തയെക്കുറിച്ചാണ് ഞാൻ പറയുവാനായി പോകുന്നത്. മാർത്തയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എപ്രകാരമുള്ളതായിരുന്നു എന്നത് മാർത്തയുടെ ജീവിതത്തിലൂടെയാണ് നാം മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ ചിന്ത ഈ പാസേജിൽ ഞാൻ എടുത്തിരിക്കുന്നത് ദൈവിക പദ്ധതിയിലെ കാലതാമസം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ആമുഖമായി തന്നെ പറഞ്ഞിരിക്കുന്നു, യേശു ഈ 3 പേരെയും സ്നേഹിച്ചിരുന്നു എന്നാണ്. എങ്കിലും എപ്പോഴാണോ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത ദൂതുവാഹനിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത്, ആ സമയം തന്നെ യേശു എന്താണ് ചെയ്തത്? എവിടെയാണോ യേശു ആയിരുന്നത് അവിടെ വീണ്ടും 2 ദിവസം കൂടെ സ്റ്റേ ചെയ്യുകയാണ്. ഈ വാർത്ത കേട്ട് ഉടൻ ബഥാനിയിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ് ഈ ഭാഗത്തിലെ വളരെ പ്രസക്തമായ ഒരു ചിന്ത. ഞാൻ ചോദിക്കട്ടെ, യേശുവിന് വാസ്തവത്തിൽ സ്നേഹമുണ്ടായിരുന്നു എങ്കിൽ ഓടിയെത്തണമായിരുന്നു അല്ലേ? ബഥാനി എന്ന ഗ്രാമത്തിലേക്ക് ഓടിയെത്തണമായിരുന്നു. ഒരു അപ്പൻ പണിസ്ഥലത്ത് നിൽക്കുമ്പോൾ
വേഗത്തിൽ അമ്മ ഒരാളെ വിട്ട് അയക്കുകയാണ്, ഫോൺ വിളിക്കുകയാണ്, മകന് സുഖമില്ല, വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എന്ന് പറയുമ്പോൾ ആ അപ്പൻ എന്ത് ചെയ്യും? സ്വാഭാവികമാണ് നമുക്ക് എന്ത് ചെയ്യും? വേഗത്തിൽ എന്താണ് അവിടെ പണി സൈറ്റിൽ പറഞ്ഞിട്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോകും, മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, മറ്റു പരിഹാരം കണ്ടെത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനായിട്ട് ചെല്ലാറുണ്ട്. ഇവിടെ ഇത്രയധികം യേശുവിനെ സ്നേഹിച്ച ഈ കുടുംബം, യേശു സ്നേഹിച്ച കുടുംബം, ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത കേട്ടിട്ടും 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയാണ്. സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും യേശു വരണമായിരുന്നു. പക്ഷെ യേശു ഉടൻ വന്നില്ല എന്നതാണ് വാസ്തവത്തിൽ. ഞാൻ ചിന്തിക്കുന്നത് യേശു അവിടെ ഉടനെ മാനുഷികമായി ചിന്തിച്ച ഉടനെ ഓടിയെത്തണമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം അവർക്ക് ചെയ്തു കൊടുക്കണമായിരുന്നു. അവരുടെ ദുഃഖത്തെ വേഗത്തിൽ സന്തോഷമാക്കി മാറ്റണമായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇവർ പ്രതീക്ഷിച്ചത് ഒന്ന്, നടന്നത് ഒന്ന്. മാർത്തയും മറിയയും പ്രതീക്ഷിച്ചത് ഒന്ന്, ഇവിടെ നടക്കുന്നത്. മാർത്തയും മറിയയും പ്രതീക്ഷിച്ചത് എന്താണ്? യേശുവിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, കാരണം അത്രയധികം ഇന്റിമസി, അടുപ്പമാണ്, ഓടിയെത്തും. എന്ത് തിരക്കുണ്ടെങ്കിലും ഓടിയെത്തും, തങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അതിന് കാലതാമസം വരികയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാമും മാർത്തയും മറിയയും പോലെയൊക്കെ ഒരുപാട് ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം. വേദപുസ്തകത്തിൽ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നവരാകാം. യേശുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നവരാകാം. അത്രയധികം ഇന്റിമസിയാണ്. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചതിന് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുള്ളവരാകാം, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകാം. നിങ്ങൾ ജീവിതത്തിൽ മറ്റു പല സുഖലോലുപമായ അനുഭവങ്ങളെ വിട്ട് യേശുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചതിനാൽ, എപ്പോഴും പ്രാർത്ഥനയും യേശുവുമായുള്ള സഖ്യതയിൽ ജീവിച്ചതിലൂടെ ഒരുപാട് വില നൽകേണ്ടി വന്നിട്ടുള്ളവരാകാം. ഒരുപാട് സങ്കടങ്ങളും ത്യാഗങ്ങളും വേദനകളും കുത്തുവാക്കുകളും ഒരുപാട് പരിഹാസങ്ങളും നിന്ദകളും ഏറ്റിട്ടുള്ളവരാകാം. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സങ്കടം വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് യാചിക്കാൻ, ഓ എന്റെ കർത്താവേ, എന്റെ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ, ഓടി വരണമേ, ഈ സങ്കടത്തിൽ നിന്നും ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രവർത്തിക്കുവാൻ വൈകിയാൽ, യേശുവിന് പ്രവർത്തിക്കുവാനായിട്ട് കാലതാമസം ഏർപ്പെട്ടാൽ, നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഒരുപാട് കാലതാമസം ഏർപ്പെട്ടാൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? നിങ്ങളുടെ ഉള്ളിലെ ഉണർവ് എന്തായിരിക്കും? നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ആദ്യം ആ കാര്യം രാത്രി പ്രാർത്ഥനകളിലൂടെ, പ്രഭാത പ്രാർത്ഥനയിലൂടെ, ഉപവാസങ്ങളിലൂടെ, മുഴുരാത്രി പ്രാർത്ഥനയിലൂടെ ഒക്കെ നിങ്ങൾ കർത്താവിനോട് അറിയിച്ചവരാണ്. എന്നിട്ടും കാലതാമസം ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വികാരം എന്താകുന്നു? നിങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരുപക്ഷെ ഒരു ടൈം ടേബിളും കൊടുത്തു കാണും അല്ലേ? പല സമയത്തും നാം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ടൈം ടേബിൾ കൊടുക്കാറുണ്ട്. കാരണം ഞാനും ദൈവവും തമ്മിലുള്ള ഇൻറ്റിമസി, ആ ഒരു അടുപ്പത്തിൽ നാം ദൈവത്തോട്, ദൈവമേ ഇന്ന ദിവസമാണ് എൻ്റെ മകളുടെ പ്രശ്നം, ഇന്ന ദിവസമാണ് എൻ്റെ ഇഷ്യൂ, ഇന്ന ദിവസമാണ് സർജറി, ആ ദിവസത്ത് ആ സമയത്തങ്ങ് പ്രവർത്തിക്കണമേ. രോഗിയായി ഇത് അഡ്മിറ്റ് ആയിരിക്കുകയാണ്, ആ സമയത്ത് ഇതാ ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്, ആ സമയത്ത് ആ റിസൾട്ട് വരുമ്പോൾ ഒന്നുമില്ല എന്നറിയണം. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയിരിക്കുകയാണ്, റിസൾട്ട് വരുമ്പോൾ ജയിച്ചു എന്നറിയണം. ആ സമയത്തങ്ങ് പ്രവർത്തിക്കണം. ഇസ്ന്റ് ഇറ്റ്? ആ സമയം വരെ നമ്മൾ ദൈവത്തിന് പറഞ്ഞു കൊടുക്കും. കാരണം ദൈവത്തോട് അത്രത്തോളം നമ്മുടെ അടുപ്പമാണ്. പ്രിയമുള്ളവർ, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മറുപടി എന്താണ്? നിങ്ങൾ ദൈവത്തോട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഇക്കഴിഞ്ഞ നാളൊക്കെ ഈ ദിനങ്ങളിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മറുപടി എന്താണ്? ആ മറുപടി നിങ്ങളുടെ വിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതയാത്രയെ, മുന്നോട്ടുള്ള ജീവിതയാത്രയെ അത് ബാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. വളരെ മനഃശാസ്ത്രപരമായ, ലോജിക്കൽ, എത്തിക്കലായിട്ടുള്ള ചിന്തയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച മറുപടി എൻ്റെ വിശ്വാസത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതയാത്രയെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. എനിക്ക് പഴയതുപോലെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവം പ്രവർത്തിക്കുവാൻ കാലതാമസം എടുത്തപ്പോൾ എൻ്റെ പ്രതികരണം എന്തായിരുന്നു? എൻ്റെ അപ്രോച്ച് എന്തായിരുന്നു? എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും കർത്താവുമായുള്ള ബന്ധത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം എന്തായിരുന്നു? ദൈവിക പദ്ധതിയിലെ കാലതാമസം. രണ്ടാമത്തെ ചിന്ത, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു.
എൻ്റെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു ദൈവിക പദ്ധതിയിലെ കാലതാമസം, രണ്ട് ദൈവിക പദ്ധതിയിലെ തള്ളിക്കളയൽ, ഡിനയൽസ്. ആദ്യത്തേത് ഡിലേ ആണ്, രണ്ടാമത്തേത് ഡിനയൽസ്, തള്ളിക്കളയൽ, ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം. ദൈവിക പദ്ധതിയിൽ ചില വേളകളിലെ ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നാം പലപ്പോഴും ദൈവിക പദ്ധതിയെക്കുറിച്ച് നാം ഭയങ്കരമായി പറയുമ്പോഴും ദൈവിക പദ്ധതിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തള്ളിക്കളയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇവിടെ കാലതാമസം നേരിട്ടതിലെ ഒരു വലിയ അപകടം എന്തെന്നറിയാമോ? ലാസർ മരിച്ചു എന്നതാണ്. ആദ്യം ദീനമായി കിടന്നപ്പോൾ യേശു വരാൻ കാലതാമസം എടുത്തു. അപ്പോൾ തന്നെ എന്താണ് അതിൻ്റെ അപകടം എന്ന് പറയുന്നത്, അവൻ്റെ ഔട്ട്കം, അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ലാസർ മരിച്ചു എന്നതാണ്. യേശു തങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത് മാർത്ത ഇവിടെ ഉണരുകയാണ്. ഇന്റേണലി തങ്ങളുടെ ഉള്ളിൽ ഉണരുകയാണ്. ഇതിനപ്പുറം ഇനി എന്താണ്? കാരണം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ, ഒരു വളരെ അപകടം നിറഞ്ഞ അനുഭവത്തിൽ യേശുവിനെ വിളിച്ചു, യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു, ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. പക്ഷേ ആ കാലതാമസം എന്ന് പറയുന്നത്, യേശു പ്രവർത്തിക്കുവാൻ, യേശു വരുവാനെടുത്ത കാലതാമസം ഇവിടെ ഒരു വലിയ അനർത്ഥത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങളെ എന്നേക്കുമായി, ഞങ്ങൾ രണ്ട് സഹോദരിമാരെ ഇതാ ഒരു വലിയ അഗാധത്തിലേക്ക് തള്ളി കളഞ്ഞിരിക്കുകയാണ്. വെറുതെ നിലത്തിൽ തള്ളിയിടുക മാത്രമല്ല, ഞങ്ങളൊരു കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന അനുഭവമാണ്. ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ച ഒരു അനുഭവം. ദൈവം ഞങ്ങളെ എന്നേക്കുമായി നിന്ദാപാത്രമായി, പരിഹാസപാത്രമാക്കി നീക്കിയിരിക്കുന്ന ഒരു വളരെ വേദനാജനകമായ അനുഭവത്തിൽ ഇവർ ആയിത്തീരുകയാണ്. അല്ലേ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്കൊന്ന് നോക്കിയേ. ദൈവമേ, അന്നത്തെ കാലത്ത് അങ്ങ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവം, അപകടത്തിന്റെ വേളയിൽ, ദുഃഖത്തിന്റെ വേളയിൽ, നിരാശയുടെ വേളയിൽ, മരണഭയത്തിന്റെ നടുവിൽ അങ്ങൊരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ യേശുവിനെ സാക്ഷിക്കാമായിരുന്നു, യേശുവിനെ ഉയർത്തിക്കാണിക്കും. പക്ഷെ ഇന്ന് എനിക്ക് പറയുവാനായിട്ട് ഒന്നുമില്ല. മാർത്തയ്ക്കും മറിയയ്ക്കും ഇന്ന് പറയുവാനായിട്ട്, സ്പെൽ ഔട്ട് ചെയ്യുവാനായിട്ട് ഒന്നുമില്ല. അവരുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തള്ളപ്പെട്ട ഒരു അനുഭവത്തിലാണ്. ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരാശ്രയമായിരുന്നു ഈ ലാസർ. തങ്ങളുടെ ഏക സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും നാൾ യേശുവിനെ സ്നേഹിച്ചത്, യേശുവിന് ഭക്ഷണം വിളമ്പിയത്, യേശുവിനെ ആദരിച്ചത്, യേശുവിന് ആവശ്യം എല്ലാ ശുശ്രൂഷകളും രാപ്പകലില്ലാതെ ചെയ്തു കൊടുത്തതെല്ലാം വേസ്റ്റായി പോയല്ലോ. ഒരു ഉണ്ടായില്ലല്ലോ. ഇക്കഴിഞ്ഞ നാളിലൊക്കെ കൊടുത്ത കാണിക്കകൾ, നേർച്ചകൾ, ഇന്ന് ദൈവമക്കളെ സഹായിച്ചത്, സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ചെയ്തത് എത്രയോ യേശുവിന് വേണ്ടി ചെയ്തു. എൻ്റെ സ്വന്തം മക്കളെ കരുതുന്നതിനെക്കാട്ടിലും ഞാൻ യേശുവിനെ സ്നേഹിച്ചു. എത്രയോ സമയം, എത്രയോ മണിക്കൂറുകൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നതൊക്കെ വൃഥാവായി പോയോ? എൻ്റെ മക്കളോട് സംസാരിക്കേണ്ട, വിനോദയാത്രകൾക്ക് പോകേണ്ട, ഈ ലോകത്തിന്റെ ആഡംബര സുഖത്തിൽ ജീവിക്കേണ്ട സമയമൊക്കെ എൻ്റെ കർത്താവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചത്, വേദപുസ്തകത്തെ ചേർത്ത് പിടിച്ചത്, വേദപുസ്തക മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചത്, നിലപാടുകളോട് നിന്നതൊക്കെ വെറുതെയായി പോയോ? വൃഥാവായി പോയല്ലോ. ഞങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നുവല്ലോ. ഈ കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നുവല്ലോ. ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലോ ഞങ്ങൾ കർത്താവിനെ സ്നേഹിച്ചത്, ഞങ്ങളുടെ വീട്ടിൽ കൈക്കൊണ്ടത്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ സ്ഥാനം കൊടുത്തത്. ഇതൊന്നും പ്രതീക്ഷ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഇതാ ഞങ്ങളെ ഗുരുനാഥൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഞാനിവിടെ മനസ്സിലാക്കുന്നത്, ലാസർ ദീനമായി, ഈ പാസേജ് വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിക്കുവാൻ മറിയ ഒരു ദൂതുവാഹകനെ അയക്കുകയാണ്, ഒരു വ്യക്തിയെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഈ സംഭവത്തിന് പ്രകാരം, ദൂതുവാഹകൻ ഈ സന്ദേശം യേശുവിന് കൊടുക്കുവാൻ ബഥാനിയിൽ നിന്ന് പുറപ്പെട്ട ആ സമയം തന്നെ എന്ത് ചെയ്യാണ്? ഈ ലാസർ മരണപ്പെടുകയാണ്. ചില മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെടുകയാണ്. അപ്പോൾ യേശു ആയിരുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുവാൻ ഒരു ദിവസം വഴിയാത്ര വേണ്ടി വരികയാണ്. ഈ മനുഷ്യൻ യാത്ര ചെയ്ത് യേശുവിനെ അറിയിക്കുന്നു. അപ്പോൾ ഒരു ദിവസം പോയി, വീണ്ടും 2 ദിവസം യേശു അതേ സ്ഥലത്ത് നിൽക്കുകയാണ്. കാലതാമസം ഏർപ്പെടുന്നു. വീണ്ടും 4ാമത്തെ ദിവസമാണ് യേശു എന്ത് ചെയ്യുന്നത്? അടുത്തൊരു ദിവസം എടുത്തു അവിടെ നിന്ന് എവിടെ വരുവാനായിട്ട്? ബഥാനിയിലേക്ക് വരുവാനായിട്ട്. അങ്ങനെ ടോട്ടൽ 4 ദിവസം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു വന്നപ്പോൾ പറഞ്ഞതെന്താണ്? യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ദൂതുവാഹകൻ ഈ സന്ദേശം പുറപ്പെട്ട് ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലാസർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ലാസർ മരിച്ചു, കല്ലറയ്ക്കൽ വെച്ചിട്ട് 4 ദിവസം ആയിരിക്കുന്നു. ദീനത്തെക്കാൾ ദുഃഖകരമാണ് മരണം എന്നത് പ്രിയരെ.
ദീനത്തെക്കാൾ ദുഃഖകരമാണ് മരണമെന്ന് പറയുന്നത്. അതായത് മാർത്തയെ സംബന്ധിച്ച് ഈ ഭാഗത്ത് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ദീനമായി കിടന്ന ലാസറിനെ വന്ന് കണ്ട് ഉടൻ സൗഖ്യമാക്കുന്നതിൽ യേശുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ കാലതാമസം വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ് മാർത്തയെ സംബന്ധിച്ച്. 2, യേശുവിൻ്റെ കാലതാമസം സഹോദരനെ പൂർണ്ണമായ മരണത്തിലേക്കും അടക്കത്തിലേക്കും നയിച്ചു എന്നതാണ്. ഇത് ദുഃഖത്തെക്കാൾ ഏറെ പരിതാപകരമായ അനുഭവത്തിലേക്ക് ആക്കി തീർത്തു മാർത്തയുടെ ജീവിതത്തെ. അതായത് യേശു തങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എ കംപ്ലീറ്റ് ഡിനയൽ. യേശു തങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, യേശു വന്ന് തങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കണേ എന്ന് ഇവർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അല്ലെ? ഒരുപാട് അങ്ങനെ ഒരുപാട് ചിന്തിച്ച ആ ചിന്തകളിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പ്രിയമുള്ളവരെ. സ്വാഭാവികമായിട്ട് ആരായാലും ചിന്തിക്കും, യേശു വന്നൊന്ന് സൗഖ്യമാക്കണമേ എന്നുള്ള ആ ഒരു വലിയൊരു പ്രതീക്ഷ. കാരണം യേശു അവർക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു, ആ വീട്ടിലെ ഒരു അംഗമായിരുന്നു. യേശു ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ ഇൻഫർമേഷൻ സുഖമില്ലാതെ കിടക്കുന്ന വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ യേശു വരുമെന്ന ഒരു വലിയ പ്രതീക്ഷ, അചഞ്ചലമായ മാറ്റമില്ലാത്തൊരു വിശ്വാസം മാർത്തയ്ക്കും മറിയയ്ക്കും ഉണ്ടായിരുന്നു എന്നാണ്. അതിനാൽ തന്നെ ഈ സഹോദരിമാർക്ക് ഒരു ഉറച്ച വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ, തങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു, യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാനായിട്ട്, വാർത്ത എത്തിക്കുവാനായിട്ടൊക്കെ ആളയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വിശ്വാസം, തങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. ഭയങ്കര വിശ്വാസമാണ്. കാരണം യേശുവിൻ്റെ സാന്നിധ്യമുള്ളൊരു ഭവനമാണ്, എപ്പോഴും യേശു സ്നേഹിച്ച ഭവനമാണ്, യേശുവിനെ സ്നേഹിച്ച ഭവനമാണ്. അതുകൊണ്ട് തങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല, യേശു വരും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു ഇവർക്ക്. എന്തെങ്കിലും അനർത്ഥം കൂടുതലായി സംഭവിക്കുന്നതിന് മുമ്പ് യേശു വന്ന് പ്രവർത്തിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. യേശു തങ്ങളുടെ സഹോദരൻ, ദീനമായി കിടക്കുന്ന സഹോദരനെ സൗഖ്യമാക്കും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. സഹോദരൻ മരണപ്പെടുവാൻ യേശു അനുവദിക്കുകയില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഇങ്ങനെയുള്ള അനുഭവത്തിലൊക്കെ കടന്നുപോയി. ചില വിഷമസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ, ഭാരങ്ങൾ വന്നപ്പോൾ, ഞെരുക്കങ്ങൾ വന്നപ്പോൾ, കടഭാരങ്ങൾ വന്നപ്പോൾ, തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ വന്നപ്പോൾ നാം ചിന്തിച്ചില്ലേ, എൻ്റെ കർത്താവ് യേശു പ്രവർത്തിക്കും, യേശു വരും, ഈ വിഷയത്തിൽ പ്രവർത്തിക്കും. എൻ്റെ കഴിഞ്ഞ നാളിലെ കണ്ണുനീരുകൾ, എൻ്റെ കണ്ണിന് ധാരാളരായി ബൈബിളിൽ ഒഴുക്കപ്പെട്ടത്, വീഴ്ത്തപ്പെട്ടത്, നിലത്തൊഴുക്കപ്പെട്ടത്, മുട്ടിന്മേൽ നിന്ന് ആമേൻ വലിയ ക്ഷീണിതാവസ്ഥയിൽ മുട്ടിന്മേൽ നിന്ന് യേശുവിനെ നോക്കി, സ്വർഗത്തിൽ നോക്കി പ്രാർത്ഥിച്ചത്, എൻ്റെ തേഴ്സ്റ്റി, എൻ്റെ ദൈവത്തോടുള്ള ഇൻറ്റിമസി, തീർച്ചയായിട്ടും ഈ വിഷയത്തിന്മേൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടായിരുന്നില്ലേ? യെസ് പ്രിയമുള്ളവരെ, പക്ഷേ ആ വിശ്വാസത്തിൻ്റെ, ഉറച്ച വിശ്വാസത്തിൻ്റെ നടുവിലാണ് ദൂതുവാഹകൻ പോയ ഉടനെ ലാസർ മരണപ്പെടുന്നു. സഹോദരിമാർ ഒരുപാട് ഉള്ളുരുകി പ്രാർത്ഥിച്ച്, ഫലം നിരാശയായിരുന്നു. അവർക്ക് നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു, പക്ഷേ ആൻസർ, മറുപടി നോ എന്നായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, രോഗിയായി കിടന്ന, ദീനമായി കിടന്ന ലാസറിന് വേണ്ടി അവർ ആഗ്രഹിച്ചതും വിശ്വസിച്ചതെല്ലാം മറുപടി എന്തായിരുന്നു? നോ എന്നതായിരുന്നു. നിരാശ മാത്രമായിരുന്നു. കാരണം ഇവർ യേശു മറ്റുള്ളവരൊക്കെ സൗഖ്യമാക്കുന്ന ഒരുപാട് കണ്ടിട്ടുള്ളവരാണ്. ബഥാനി എന്ന ഗ്രാമത്തിൽ ഉൾപ്പെടെ ഒരുപാട് പേര് യേശു സൗഖ്യമാക്കുന്നതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സാക്ഷികളായിട്ടുണ്ട്. യേശു തങ്ങളുടെ ഭവനത്തിലും അതേ പ്രവൃത്തി ചെയ്യുമെന്ന വിശ്വാസമാണ് ഈ 2 സഹോദരിമാർക്കും ഉണ്ടായിരുന്നത്. എങ്കിലും പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇവിടെ പ്രതീക്ഷകൾ എവിടേക്ക് എത്തി നിൽക്കുകയാണ്? പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ശവക്കുഴി വെച്ച് ചെന്നെത്തി നിൽക്കുകയാണ്. ഗ്രേവ് യാർഡ് അല്ലെ, ശ്മശാന ഭൂമിയിൽ ചെന്നെത്തി നിൽക്കുകയാണ്. അതാണ് ദാറ്റ് വിൽ ബി ദ എൻഡ്. എല്ലാം തീർന്നു. സഹോദരൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, 4 ദിവസമായി. എല്ലാ പ്രതീക്ഷകളും അവിടെ അതോടെ അസ്തമിച്ചു എന്നുള്ളതാണ്. ഒരാൾ മരണപ്പെടുമ്പോൾ അതോടുകൂടെ എല്ലാം അസ്തമിക്കുകയാണ്. പിന്നെ അവിടെ പ്രതീക്ഷിക്കുവാനായിട്ട് ഒന്നുമില്ല പ്രിയമുള്ളവരെ. മനസ്സിൽ സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത സ്ഥാനത്ത് തങ്ങളുടെ ജീവിതം എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. പ്രാർത്ഥിച്ച് ദൈവത്തിൽ പ്രത്യാശിച്ച് ഒടുവിൽ വന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, ഒരു ഗ്രേവ് യാർഡിൻ്റെ ഒരു അനുഭവം, ഒരു തകർന്ന ഒരു അഗാധ കൂപത്തിൻ്റെ, ഒരു പാതാളത്തിൻ്റെ അനുഭവത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം.
നിങ്ങളിൽ ഒരുപാട് പേർ ആ സാഹചര്യത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരാകാം. ഒരുപാട് സമയങ്ങളിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇതാ സുഹൃത്തുക്കളും അയൽവാസികളും അവരെ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനും കടന്നു വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട 4 ദിവസം കഴിഞ്ഞു, അടക്കം ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ 4 ദിവസം കഴിഞ്ഞു. ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ ഈ ഭവനത്തിൽ, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദനയോടുകൂടെ ദുഃഖം ഇങ്ങനെ ദുഃഖത്തിൻ്റെ ആഴത്തിൽ നിൽക്കുകയാണ്. സകലവും തീർന്നു, സകലവും തകർന്നു. ഇതാ കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. ദൈവിക പദ്ധതിയിലെ തള്ളിക്കളയൽ. ആമേൻ. ദൈവിക പദ്ധതിയിലെ തള്ളിക്കളയൽ. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ദൈവം എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ ഉപേക്ഷിച്ചു, ഈ വിഷയത്തിൽ എന്നെ കൈക്കൊണ്ടില്ല, എന്നെ കാര്യം പരിഗണിച്ചില്ല, എന്നെ മാത്രം അവോയ്ഡ് ചെയ്ത് കളഞ്ഞു, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ ജീവിതത്തിനെ തകർത്ത് കളഞ്ഞു. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നാം കടന്നു പോയിട്ടില്ലേ? ഇപ്പോൾ നാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുന്നില്ലേ? പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ താമസം നേരിട്ടു. ഒടുവിൽ ദൈവം എന്നെ തള്ളിക്കളഞ്ഞു. പ്രാർത്ഥനകൾ കൊണ്ട് പ്രയോജനമില്ലാതായ അവസ്ഥ. സ്നേഹം നൽകിയിട്ടും ഒന്നും കിട്ടിയില്ല. വിശ്വസിച്ചത് വെറുതെയായിപ്പോയി. പ്രതീക്ഷകൾ അർപ്പിച്ചതൊക്കെ വെറും ശൂന്യമായ അനുഭവങ്ങളായിത്തീരുന്ന ഒരു പ്രത്യേക സാഹചര്യം. പ്രിയമുള്ളവരെ, കാലതാമസം ഇതാ തള്ളിക്കളയൻ്റെ അനുഭവത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലാസർ മരിച്ചു, അടക്കം ചെയ്ത 4 ദിവസമായി. എൻ്റെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയോടുള്ള അടുപ്പം, ദൈവിക പദ്ധതിയിലെ ശ്രദ്ധ, ദൈവിക പദ്ധതിയിലെ ഭക്തി എന്നതാണ്. ഡിവോഷൻ. ഞാൻ ആദ്യം പറഞ്ഞു ഡിലേ, 2 ഡിനേൽ, 3 ഡിവോഷൻ. ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന് ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് സംഭവിച്ച കാലതാമസം, പൂർണ്ണമായ തള്ളിക്കളയൽ, ഇവകൾ അനുഭവിച്ചിട്ടും, ശ്രദ്ധിക്കണേ, ഈ വേദനകൾ, കാലതാമസം നേരിട്ടു, തള്ളിക്കളയപ്പെട്ടു, ഇവർ അനുഭവിച്ചിട്ടും മാർത്ത യേശുവിനെ എതിരേൽപ്പാൻ ചെന്നു. ആമേൻ. ഒരു ആമേൻ പറഞ്ഞ പ്രിയമുള്ളവരെ, മാർത്ത യേശുവിനെ എതിരേൽപ്പാൻ ചെന്നു. നമുക്കിതിന് സാധിക്കുമോ പ്രിയമുള്ളവരെ? നമുക്കിതിന് കഴിയുമോ? മനസ്സോടെ ഒന്ന് ചിന്തിച്ച്. എത്രയോ രാപ്പകലില്ലാതെ നിലവിളിച്ചു, എല്ലാം ചെയ്തു, പക്ഷേ കാലതാമസം, തള്ളിക്കളയൽ ഒന്നും നടന്നില്ല. അടക്കം ചെയ്തു മൺമറഞ്ഞു പോയി. എന്നിട്ടും യേശു 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ മാർത്ത, ദുഃഖിതയായിരുന്ന മാർത്ത, 4 ദിനങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ, ഇതാ യേശുവിനെ പതിവ് പോലെ എതിരേൽക്കുവാനായിട്ട് ചെല്ലുകയാണ്. ആമേൻ, ആമേൻ. ദാറ്റ് ഈസ് ദ ഓർത്തഡോക്സ് ഫെയ്ത്ത് ഇൻ ദ ലൈഫ് ഓഫ് മാർത്ത. മാർത്തയുടെ ജീവിതത്തിലെ ഒരു ശക്തമായ വിശ്വാസം അതായിരുന്നു, പതിവ് പോലെ. കഴിഞ്ഞ നാളുകളിൽ ലാസർ ദീനമാകുന്നതിന് മുൻപ് വരെ എങ്ങനെയാണോ യേശു ഗ്രാമത്തിൽ വരുമ്പോൾ തങ്ങളുടെ ഭവനത്തെ എതിരേൽപ്പാനായി ചെല്ലുന്നത്, അതുപോലെ അതേ ഫ്ലോയോട്, അതേ ഫോഴ്സോട് കൂടെ മാർത്ത എഴുന്നേറ്റ് ചെന്ന് യേശുവിനെ എതിരേൽക്കുകയാണ്. അവൾ എഴുന്നേറ്റ് പുറത്ത് വന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. അവിടെ മരണ വീട്ടിൽ ആളുകളുണ്ട്, അയൽവാസികളുണ്ട്, ചുറ്റുപാടുകളുണ്ട്. ഇവരെ യേശു തള്ളിക്കളഞ്ഞതൊക്കെ അവർക്കറിയാം. യേശു വന്ന് സഹായിച്ചില്ല എന്നുള്ളത്. പക്ഷേ അവർ എന്ത് ചിന്തിക്കും, അവർ എന്തും ചിന്തിക്കട്ടെ, എൻ്റെ കൂടെയുള്ള ദേശവാസി എന്ത് ചിന്തിച്ചാലും അതൊന്നും സാരമാക്കാതെ മാർത്ത പഴയതുപോലെ അതേ ഫ്ലോയിൽ യേശുവിൻ്റെ അടുക്കലോളം ചെല്ലുകയാണ്. യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക് എതിരേൽക്കുന്ന ഒരു ചിത്രത്തെ, ദുഃഖത്തിൻ്റെ തകർന്ന അനുഭവത്തിലും ദൈവം തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിച്ച മാത്രയിലും അടുത്ത നിമിഷം ക്രിസ്തു യേശുവിനെ ഇതാ തങ്ങളുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് എതിരേൽക്കുന്ന ഒരു ചിത്രത്തെ കാണുവാനായി സാധിക്കും. നമുക്കിതിന് കഴിയുമോ പ്രിയമുള്ളവരെ? ഇപ്പോൾ ഇതാ യേശുവിൻ്റെ അടുക്കൽ, യേശുവിന് അഭിമുഖമായിട്ട് അവൾ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. മാർത്തയ്ക്ക് ശബ്ദമില്ല. മാർത്തയുടെ കണ്ണിലൂടെ ഇതാ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. എനിക്കറിയില്ല അവൾക്ക് എന്ത് സന്ദേശമാണ് യേശുവിനോട് പറയുവാനുണ്ടായിരുന്നത്.
ലേറ്റർ അത് പറയുന്നുമുണ്ട്. അവൾ കണ്ണുനീർ കൊണ്ട് അവിടെ എക്സ്പ്രഷൻ, അവിടെ ദുഃഖത്തിൻ്റെ വ്യഥ, ആ ഒരു ആഴം, യേശുവിനെ ഫേസ് ടു ഫേസ് മുഖാമുഖമായി നിന്നുകൊണ്ട് അവൾ ഇങ്ങനെ കരയുകയാണ്, ധാരാളമായി കരയുകയാണ്, കവിളിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് കണ്ണുനീർ തുള്ളികൾ. അവൾ പ്രതീക്ഷിച്ചത് യേശുവിനോടൊന്ന് തുറന്ന് പറയുകയാണ്, ചില ചുരുങ്ങിയ വാക്കുകളിലൂടെ, വളരെ വളരെ പേഴ്സണലി, ആരും കേൾക്കാതെ യേശുവിനെ അടുത്ത് ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് അവൾ പറയുകയാണ്, ഒഴുകുന്ന കണ്ണുകളോട് അവൾ പറയുകയാണ്, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആമേൻ. നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് അവൾ തുടർന്ന് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ഏറ്റവും ഉന്നതമായ ചിന്ത അവൾ പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. ഇപ്പോഴും. ദാറ്റ് ഈസ് ദ കോൺക്രീറ്റ് ഫെയ്ത്ത് ഓഫ് ദ ലൈഫ് ഓഫ് മാർത്ത. മാർത്തയുടെ ജീവിതത്തിലെ ഒരു ശക്തമായ വിശ്വാസം അതായിരുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, നീ നിന്റെ പിതാവിനോട് ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം നിനക്കത് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എത്രയോ സമയങ്ങളിൽ പ്രിയമുള്ളവരെ, നാം തകർക്കപ്പെട്ടപ്പോഴൊക്കെ ഈ ഒരു പ്രഖ്യാപനം നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? എല്ലാം തീർന്നു, പ്രതീക്ഷിക്കാൻ ഒരു ചെറിയ നാമ്പ്, ഒരു ചെറിയ തളിര് പോലുമില്ല, ഒരു വറ്റ ചോറ് പോലുമില്ല, ഒരു ചെറിയ ഇല പോലുമില്ല, തളർ ഇല പോലുമില്ല പ്രിയമുള്ള, എല്ലാം പട്ടുപോയ അവസ്ഥ. ശവപ്പറമ്പിൽ അടക്കപ്പെട്ട അനുഭവത്തിൽ പറയുവാൻ കഴിയുമോ? ദൈവമേ, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും. യേശു അവളോട് പറഞ്ഞു. യേശുവിൻ്റെ മറുപടി ഇത്ര, ആദ്യത്തെ മറുപടിയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത ഇത് പറഞ്ഞ, ഒരുപക്ഷെ യേശു പറഞ്ഞ നിത്യജീവനെക്കുറിച്ചാണ്. യേശു ഇത് പറഞ്ഞത് നിത്യജീവനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ്. മാർത്ത അത് മനസ്സിലാക്കി. കാരണം എത്രയോ ദിവസം തങ്ങളുടെ വീട്ടിൽ യേശു ഉപദേശിച്ചതും പറഞ്ഞതൊക്കെ ഗ്രഹിച്ചിട്ടുള്ള, ഇത് നോട്ട് എ ന്യൂ തിങ്. ആദ്യമായിട്ട് യേശു തൻ്റെ ഭവനത്തിൽ വരുന്നതൊന്നുമല്ല. എത്രയോ പ്രാവശ്യം യേശുവിൻ്റെ വചനങ്ങളൊക്കെ കേട്ടിരിക്കുന്നു. അപ്പോൾ നിത്യജീവനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പെട്ടെന്ന് ബോധ്യപ്പെടുകയാണ് മാർത്തയ്ക്ക്. ഉടനെ മാർത്ത പറഞ്ഞു, യെസ് ലോർഡ്, ഞാനത് വിശ്വസിക്കുന്നു. അവൾ പറയും, എനിക്കറിയാം എൻ്റെ സഹോദരൻ നിത്യജീവൻ പ്രാപിക്കും. ആമേൻ. എൻ്റെ സഹോദരൻ ലാസർ നിത്യജീവൻ പ്രാപിക്കും. അത് യേശു പറഞ്ഞ എന്താണ്? നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഉടനെ അവൾ യേശു നിത്യജീവനെക്കുറിച്ച്, എറ്റേണിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. കാരണം ലാസർ അങ്ങനെയുള്ള തെറ്റുകളൊന്നും പോയിട്ടുള്ള പേഴ്സൺ അല്ല. ഇവിടെ അങ്ങ് വന്നപ്പോഴൊക്കെ അങ്ങ് സ്വീകരിച്ചു, അങ്ങയുടെ പാത പിന്തുടർന്ന ഒരു പേഴ്സണാണ്. അങ്ങയുടെ അറിയപ്പെടാതിരുന്ന ഒരു ശിക്ഷഗണത്തിൽ, അത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഒരുപാട് ശിക്ഷഗണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ശിക്ഷഗണത്തിൽപ്പെട്ട ലാസർ ഒടുവിലത്തെ നാൾ പുനരുത്ഥാനം പ്രാപിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നു. അതായത് മനഃശാസ്ത്രപരമായി അവൾ വളരെ ടെക്നിക്കലി ഇങ്ങനെ പറയുകയാണ്. മാർത്ത പറയുകയാണ്, അത് ഞാൻ വിശ്വസിക്കും. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം നീ നിൻ്റെ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ഗോഡ് വിൽ പ്രൊവൈഡ്, ദൈവം തരുമെന്ന് എനിക്കറിയാം. അത് ഒടുക്കത്തെ നാൾ സംഭവിക്കും, ഉറപ്പാണ്. വളരെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവിടെ നടക്കുന്നത്. ഒരു വാറാണ്, ഒരു യുദ്ധമാണ്. വാക്കുകൾ തമ്മിലുള്ള ഒരു യുദ്ധം അവിടെ നടക്കുകയാണ്. വളരെ ഇന്റേണലിയാണ്, ആന്തരികമായി. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കും, മനസ്സിലാക്കുവാൻ സാധിക്കും. ഗുരു, ഞാൻ വിശ്വസിക്കുന്നു ഒടുക്കത്തെ നാളിൽ, അതായത് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഐ ഹാവ് ഫെയ്ത്ത് ഓൺ ഇറ്റ്. എനിക്കത് വിശ്വാസമുണ്ട്, സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അങ്ങ് എന്ത് അങ്ങയുടെ പിതാവിനോട് ചോദിച്ചാലും പിതാവ് നിനക്ക് തരും എന്ന വിശ്വാസം എനിക്കുണ്ട്. പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ദൈവം, ചതഞ്ഞു പോയ ഓടെ ഒടിച്ചു കളയാത്ത ദൈവം, ഈ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം. പ്രിയനെ, ഇതിന് യേശു നൽകിയ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ആമേൻ. ഇത് നീ വിശ്വസിക്കുന്നു? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എൻ്റെ കൺസെപ്റ്റാണ്. എനിക്ക് പുനരുത്ഥാനവും നൽകാൻ കഴിയും, ഈ ലോകത്തിൽ ജീവിതവും ജീവനും നൽകുവാൻ സാധിക്കും.
ഐ ആം ക്വൈറ്റ് ഏബിൾ. ജീസസ് പറയുകയാണ്, ഇത് നീ വിശ്വസിക്കുന്നു, എനിക്ക് സകലം ചെയ്യാൻ കഴിയുമെന്ന്. കാരണം പുനരുത്ഥാനത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്തയെ നീ പറഞ്ഞു യെസ് പുനരുത്ഥാനം നീ വിശ്വസിക്കും, പക്ഷെ അതേ കർത്താവായി ഞാൻ പറയുകയാണ് എനിക്ക് ജീവൻ നൽകുവാൻ കഴിയും, ഞാൻ തന്നെ ജീവൻ എനിക്ക് നൽകുവാൻ സാധിക്കും, നീ വിശ്വസിക്കുന്നു. ഇതിന് മറുപടി, ഇത് കേട്ടപ്പോൾ മറുപടി എന്ന് പറയുകയാണ്, മാർത്ത പറയുകയാണ് 27-ാം വാക്യത്തിൽ, മാർത്ത യേശുവിനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ആമേൻ. ലോകത്തിൽ ആരും പ്രഖ്യാപിക്കാത്ത ഒരു ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ഈ ഒരു സാധാരണ സ്ത്രീ അവിടെ പ്രഖ്യാപിക്കുന്നത്. യേശുവിന് മുമ്പേ ഫേസ് ടു ഫേസ് നിന്ന് ഒരു തകർച്ചയുടെ നടുവിൽ നിന്നുകൊണ്ട്, ഒരു തകർച്ചയുടെ ദുരിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴക്കടൽ, ഒരു കല്ലറയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൾ പറയുകയാണ്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നു എന്നല്ല, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇറ്റ്സ് മൈ ഫെയ്ത്ത്, ഇറ്റ്സ് മൈ ഫെയ്ത്ത്. എൻ്റെ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ആമേൻ. അതായത് ശ്രദ്ധിക്കണേ, പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഇത്രയും നാൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു, കൊതിച്ചു പോയി, പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയത് ദൈവത്തിൻ്റെ കാലതാമസം, അങ്ങ് ലേറ്റായി വന്നത്. 2 നന്മകളാണ് എനിക്ക് കിട്ടിയത്, അങ്ങ് ലേറ്റായി വന്നു. 2, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തള്ളിക്കളയൽ, എൻ്റെ സഹോദരനെ ജീവിപ്പിക്കുവാനായി കഴിഞ്ഞില്ല. ഇത് 2മാണ് ഇത്രയും നാൾ ഞാൻ അങ്ങയുടെ പുറകെ വന്നതിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്. ദൈവഭാഗത്തു നിന്നും, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയധികം തള്ളപ്പെടൽ അനുഭവിച്ചിട്ടും എല്ലാം തകർന്നു കഴിഞ്ഞപ്പോഴും മാർത്ത പറയുകയാണ്, കർത്താവേ, ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു, അങ്ങ് ഞാൻ വിശ്വസിക്കുന്നത് നിർത്തിയിട്ടില്ല, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ തകർച്ച വന്നിട്ടും മാർത്ത ഏറ്റു പറയുകയാണ്, ഞാൻ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങിലുള്ള വിശ്വാസം ശക്തമായിട്ടുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ആശ്രയിക്കുന്നത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങാകുന്നു ക്രിസ്തു, അങ്ങാകുന്നു ദൈവപുത്രൻ. ഇറ്റ് ഈസ് എ ഡിവോഷണൽ ലൈഫാണ് മാർത്തയുടെ ലൈഫിൽ. ക്രിസ്തുവുള്ള ഡിവോഷണൽ ലൈഫ് ഇത് വളരെ ഡെപ്തിൽ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ കോൺക്രീറ്റഡ് ആയിട്ട് രൂപപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഉള്ളിൽ ആഴമായി സ്ഥാപിക്കപ്പെട്ടതാണ്. യു ആർ ദ ക്രൈസ്റ്റ്. ഓക്കെ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചു, അനർത്ഥങ്ങളും ഞാൻ പക്ഷെ യു ആർ ദ ക്രൈസ്റ്റ്, അങ്ങാവും ദൈവപുത്രൻ. ഐ ഹാവ് ബിലീവ് ഓൺ ഇറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. ഇതാണ് മാർത്തയ്ക്ക് യേശുവിനുണ്ടായിരുന്ന അടുപ്പം, യേശുവിനുണ്ടായിരുന്ന ഭക്തി, യേശുവിനുണ്ടായിരുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് ഇതായിരുന്നു പ്രിയമുള്ളവരെ. ഇത് പറയുവാനാണ് ഇത്രയും സംഭവത്തെ നാം ഇപ്രകാരം ചിട്ടപ്പെടുത്തി നാം ധ്യാനിച്ചു കൊണ്ടുവന്ന ഈ പ്രഭാതത്തിൽ. മാർത്തയുടെ വിശ്വാസം, മാർത്തയുടെ വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താകുന്നു? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വളരെ വൈറ്റലായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. മാർത്തയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തിലായിരുന്നു? എന്തുകൊണ്ട് മാർത്തയ്ക്ക് ഇങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞു? കാലതാമസം നേരിട്ടു, യേശുവിനെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് അടുപ്പം കാണിച്ചു, പക്ഷെ ഒരു കഷ്ടത വന്നപ്പോൾ കാലതാമസമുണ്ടായി, ദൈവം തങ്ങളെ തള്ളിക്കളഞ്ഞു, അല്ലേ? എന്നിട്ടും അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? നമ്മളില്ലാത്ത എന്തോ ഒന്ന് മാർത്തയിലുണ്ട്, അഥവാ ഉണ്ടായിരുന്നു. എന്നിലും നിങ്ങളിലും ഇല്ലാത്ത ഏതോ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണമായ അനുഭവം മാർത്തയിലുണ്ടായിരുന്നു. 2 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മാർത്തയുടെ വിശ്വാസം ഭൗതിക നന്മകളിലും നേട്ടങ്ങളിലും അല്ലായിരുന്നു. ആമേൻ. ഇത് എഴുതി വെക്കുക നിങ്ങളുടെ ഡയറിയിൽ പ്രിയമുള്ളവരെ. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പേജിൽ ഒന്ന് എഴുതി വെച്ചേ. മാർത്തയുടെ വിശ്വാസം ഭൗതിക നന്മകളിലും നേട്ടങ്ങളിലുമല്ലായിരുന്നു. 2, ദൈവം സാധ്യമാക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തികളിലല്ലായിരുന്നു, മറിച്ച് യേശു ആര് എന്നതിലായിരുന്നു മാർത്തയുടെ വിശ്വാസം. 2ാമത്തെ ചിന്ത ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ദൈവം സാധ്യമാക്കുന്ന കാര്യങ്ങൾ, ദൈവം അസാധ്യമെന്ന് സാധ്യമാക്കുന്ന പ്രവൃത്തികളിലല്ലായിരുന്നു മാർത്തയുടെ വിശ്വാസം, മറിച്ച് യേശു ആരാകുന്നു എന്നതിലായിരുന്നു മാർത്തയുടെ. അത് അവൾ വ്യക്തമായിട്ട് മാർത്ത അറിഞ്ഞിരുന്നു. ഹൂ ഈസ് ക്രൈസ്റ്റ്, ഹൂ ഈസ് ജീസസ്.
ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ജീസസ്? നിങ്ങൾക്ക് പറയുവാനായിട്ട് ഒരുപാട് ഭൗതികമായിട്ടുള്ള അസാധ്യമായ പ്രവൃത്തി ഒരുപാടുണ്ടാകും. പക്ഷെ മാർത്തയ്ക്ക് പറയുവാനൊന്നുമില്ല. മാർത്തയ്ക്ക് പറയാനൊന്നുമില്ല. സഹോദരൻ മരിച്ചു, ഇനി എന്തോ പറയാനായിട്ട് യേശുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്. പക്ഷെ അവൾക്ക് പറയാനുണ്ടായിരുന്നു, ഐ നോ ഹൂ ഈസ് ദിസ് ക്രൈസ്റ്റ്. എൻ്റെ വീട്ടിൽ നാം മരിച്ച്, എൻ്റെ സഹോദരൻ മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വന്ന് നിൽക്കുന്നില്ലേ, ഈ ക്രിസ്തു ആരെന്ന് എനിക്കറിയാം. യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ പുത്രനാകുന്നു, നീയാകുന്ന പുനരുത്ഥാനം, നീയാകുന്ന ജീവൻ. യേശുവിനെ നല്ലവണ്ണം മനസ്സിലാക്കി. യേശു ആരെന്നറിഞ്ഞിരുന്നു, അതായിരുന്നു അവളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പ്രവേശിക്കേണ്ടുന്ന ഫെയ്ത്തിൻ്റെ ആഴത്തലമെന്ന് പറയുന്നത്, തട്ടെന്ന് പറയുന്നത് ഇതാകണം. പള്ളികളിൽ പോകുന്നുണ്ട്, ഹോശാന പാടുന്നുണ്ട്, ഉയർപ്പിന് ആർത്ത് വിളിക്കുന്നുണ്ട്, ജന്മദിനമൊക്കെ ആഘോഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. ഇതൊക്കെ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്, എന്തൊക്കെയോ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള യാത്രകളാണ്. നേട്ടങ്ങളും ഉയർച്ചകളും അസാധ്യമായി സാധ്യമാക്കുവാനുള്ള അല്ലെ നമ്മുടെ പെടാപ്പാടുകളും വെപ്രാളങ്ങളുമാണ് നാം ഇങ്ങനെയുള്ള തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്താണ്? ക്രിസ്തുവിനെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത്. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചാൽ, നിങ്ങൾ രോഗിയായി മാറിയാൽ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് മരണപ്പെട്ടാൽ, മക്കൾ മരണപ്പെട്ടാൽ, ജീവിത പങ്കാളി പോയാൽ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിയുമോ? നിങ്ങൾക്ക് യേശുവിനെ പിൻപറ്റുവാൻ കഴിയുമോ? നിങ്ങൾക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയുമോ? ആദ്യ വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയുമോ? നിങ്ങൾ സ്നേഹിച്ചവരൊക്കെ നിങ്ങൾ തള്ളി, ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യമായി, ഇയ്യോബിനെ പോലെ കുഷ്ഠം ബാധിച്ച് നിങ്ങളുടെ ശരീരം പഴുത്ത് അത് രക്തവും ജലവുമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയണമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ യേശു ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അവൾ ദുഃഖത്തിൻ്റെ നടുവിൽ യേശുവിനെ എതിരേൽക്കുകയാണ്. അക്സെപ്റ്റിംഗ് ക്രൈസ്റ്റ് ഇൻ പെയിൻഫുൾ സിറ്റുവേഷൻ. ദുഃഖത്തിൻ്റെ തീരാവേദനയുടെ നൊമ്പരത്തിൻ്റെ നടുവിൽ, ആഴത്തകടലിൽ അവൾ യേശുവിനെ സ്വീകരിക്കുന്നു. അവളുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ഓ കർത്താവേ, അങ്ങ് ആരെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഭൗതിക ആഗ്രഹമൊന്നും നടന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു അത്ഭുതം പോലും നടന്നില്ല, ഇത്രയും കാലം സേവിച്ചതിന് എനിക്ക് ഒരു നന്മയും കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അങ്ങാരെന്ന് ഞാൻ അറിയുന്നു. ദാറ്റ്സ് മൈ ഫെയ്ത്ത്, ദാറ്റ്സ് മൈ ട്രസ്റ്റ്. അതാകുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ഒടുവിൽ നമുക്കറിയാം, ഈ സംഭവത്തിൻ്റെ ഒടുവിൽ മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസമായ ലാസറിനെ യേശു ഉയർപ്പിച്ചു എന്ന് കാണുന്നു. പ്രിയരെ, ഒരു വലിയ മിറക്കിൾ സംഭവിക്കുകയാണ്. ദൈവ പദ്ധതിയിലെ കാലതാമസം, തള്ളിക്കളയൽ, അതുവരെ ചിന്തിക്കാത്ത ഒരു വലിയ അത്ഭുതത്തിന് തിരികൊളുത്തുകയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ രോഗങ്ങളെ സൗഖ്യമാക്കി യേശുവിനെ അല്ല ഇവിടെ കാണുവാൻ കഴിയുന്നത്. മറിയയും മാർത്തയും പ്രതീക്ഷിച്ചത് രോഗത്തെ സൗഖ്യമാക്കിയ ക്രിസ്തുവിന് രോഗത്തെ മാറ്റുവാൻ കഴിയും. പക്ഷെ അവിടെ ക്രിസ്തുവിൻ്റെ പദ്ധതി എന്തായിരുന്നു? രോഗത്തെ മാത്രമല്ല, മരണത്തെ വരെ ജയിക്കുവാനുള്ള ശക്തി എന്നതുണ്ട്. അതാണ് അവിടെ വെളിപ്പെടുത്തി നൽകുന്നത്, ദൈവിക പദ്ധതിയിലെ ആ ഒരു സിസ്റ്റം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സിസ്റ്റമാറ്റിക് തിയോളജിക്കെല്ലാം അപ്പുറം വളരെ ഉയരമാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. സോ റിലേ ഓൺ ഇറ്റ്. അതിൽ തന്നെ നമ്മെ കീഴ്പ്പെടുത്തി കൊടുക്കുക, നമ്മെ തന്നെ കീഴ്പ്പെടുത്തുക ദൈവിക പദ്ധതികൾക്കായിട്ട്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു ആരാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ക്രിസ്തു, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ക്രിസ്തു ആരാകുന്നു. മാർത്തയെ പോലെ പറയുവാൻ കഴിയും, ഊവ് കർത്താവേ, യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ മാർത്ത യേശുവിനെ നല്ലവണ്ണം അറിഞ്ഞു. ലോകമെമ്പാടും യേശുവിനെ എന്ത് പറഞ്ഞാലും, ഇനി എന്തൊക്കെ തന്നെ അയൽവാസികൾ പറഞ്ഞാലും, ഇനി തൻ്റെ സഹോദരി മറിയ വരെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ അങ്ങേ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു കൺഫെക്ഷനാണ്, ഈ ഒരു ഏറ്റുപറച്ചിലാണ് ഈ കാലഘട്ടം നമുക്ക് അനിവാര്യം. ആ ഒരു വിശ്വാസ ജീവിതം നമുക്ക് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ പരിശോധന അതിലേക്കായി നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മാർത്തയും മറിയയും ലാസറുമൊക്കെ പാർത്തിരുന്ന ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? മറ്റൊരു തരത്തിൽ, മാർത്ത പാർത്തിരുന്ന ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നിയാൽ മറ്റുള്ളവർക്ക് ഈ വചനം ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
അത്ഭുതങ്ങളിലൂടെ, ദൈവിക പദ്ധതികളിലൂടെ നാൾതോറും ഞങ്ങളെ വഴി നടത്തുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം നല്ല ദൈവം, ഏറ്റവും ധന്യമായ ഹൃദ്യമായ ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതെന്തിൽ ആയിരിക്കണം എന്നുള്ളത് ഇന്ന് ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. എത്ര അനുഗ്രഹീതമായ ചിന്തകൾ കർത്താവേ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസം അന്തർലീനമായിരിക്കുന്ന അടിസ്ഥാനമാക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക നേട്ടങ്ങളിലും അസാധ്യമാതിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളിലും ഉയർച്ചകളിലും നന്മകളിലും മാത്രമായിരിക്കും. അപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല ഹൂ ഈസ് ക്രൈസ്റ്റ്. ആരാകുന്നു ക്രിസ്തു? ആരാകുന്നു ക്രിസ്തു? അതേ നാഥ, എല്ലാം തകർന്നു ഒരു ശവപ്പറമ്പിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴും മാർത്ത ഏറ്റു പറഞ്ഞു, യെസ് ലോർഡ്, ഞാൻ വിശ്വസിക്കുന്നു. അതേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദുഃഖ കാലഘട്ടത്തുള്ള ഏറ്റുപറച്ചിൽ, നഷ്ടങ്ങളുടെ നടുവിലുള്ള ഏറ്റുപറച്ചിൽ, ദുരിതങ്ങളുടെ നടുവിൽ, മരണത്തിന്റെ നടുവിൽ എല്ലാം തീർന്ന് അസ്ഥികോലമായ സമയത്തും പറയുന്ന ഒരു ഏറ്റുപറച്ചിൽ, യു ആർ ദ ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്. നന്ദിയപ്പ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുനർനിർമ്മാണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും അപ്പ ഉടച്ചു വാർക്കുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളിലെ വിശ്വാസത്തെ ഒന്ന് ഉടച്ചു വാർക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയപ്പ, ഒന്നും കണ്ടിട്ടല്ലല്ലോ അങ്ങേ ഞങ്ങൾ പിൻപറ്റിയത്, അങ്ങേ ഞങ്ങൾ സ്വീകരിച്ചത് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയണം. ഇനി ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും, ഞങ്ങൾക്കൊന്നും തന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കും. എല്ലാം തകർന്നു പോയാലും സാരമില്ല, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കും. എനിക്ക് അങ്ങയെ വേണം, അങ്ങിൽ ആശ്രയിക്കണം, അങ്ങിൽ വിശ്വസിക്കണം, അങ്ങയെ ആരാധിക്കണം, അങ്ങയെ മഹത്വപ്പെടുത്തണം, നിത്യത പ്രാപിക്കണം. ഈ വിശ്വാസത്തെ ജീവിക്കേണ്ട കൃപ ദൈവം നൽകാൻ ധ്യാനത്തിൽ പങ്കുവെച്ച എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന ചിന്തകൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു പുതുക്കം നൽകുന്ന അനുഭവത്തിൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീമതി യേശുവേ എന്ന യൂട്യൂബിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കർത്താവ് പ്രിയ സഹോദരങ്ങളെ ദൈവകരങ്ങൾ തരുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ തരുന്നു. അവരെ ആശീർവദിക്കണമേ, ദൈവകൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം നടത്തിയത് ഞങ്ങളൊരു പുതിയ മാസത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവിധമായ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങൾ കൃപയോടെ കാത്തു പരിപാലിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിച്ചു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹം നിങ്ങളേവരോടും ഇന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മാർത്തയെ പോലെ അചഞ്ചലമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. എല്ലാം നഷ്ടപ്പെടുമ്പോഴും യേശു ആരെന്ന തിരിച്ചറിവ് നമ്മെ യേശുവിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കട്ടെ. വിശ്വാസത്തിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.